അക്ഷരപുരിയാക്കി മാറ്റി പുസ്തകോത്സവം 5ാം ദിവസത്തിലേക്ക്. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന വിഷയത്തിൽ ബാലസാഹിത്യകാരന്മാരുടെ പാനൽ ചർച്ച സംഘടിപ്പിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും പ്രഭാവം കുട്ടികളുടെയും യുവാക്കളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ തലമുറ വായനയെ അവഗണിക്കുന്നുവോ എന്ന വിഷയത്തിൽ പ്രശസ്ത ബാലസാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ സംസാരിച്ചു. വായിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, എല്ലാ കാലത്തെയും പോലെ ഇപ്പോഴും ഉണ്ട് കുട്ടികൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുമ്പില്ലാത്ത പോലെ, മുമ്പ് പുസ്തക വായന മാത്രമേ അവർക്കൊരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസായി. അവർക്ക് മൊബൈൽ ഫോണായാലും മറ്റു രീതിയിലുള്ള സാങ്കേതികമായിട്ട് ഒരുപാട് സാധ്യതകളായി. അപ്പോൾ അതിൻ്റെ ഒരു വിഭ്രാമകമായിട്ടുള്ളൊരു വലയത്തിലാണ് അവർ. അപ്പോൾ അതിനെ അതിശയിപ്പിക്കുന്ന പുസ്തകങ്ങൾ, രചനകൾ, ആശയങ്ങൾ, പ്രമേയങ്ങൾ അവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വായനയിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പുതിയ കുട്ടിയുടെ കാലം മനസ്സിലാക്കിയിട്ട് അവന് വേണ്ട, അവനെ യാന്ത്രിക യുഗത്തിൽ നിന്ന് കിട്ടുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ആഹ്ലാദാനുഭൂതി വായനയിൽ നിന്ന് ഉണ്ടാക്കാൻ ബാലസാഹിത്യം എഴുതുന്നവർക്ക്, സാഹിത്യകാരന്മാർക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾ അത്തരത്തിലുള്ള കൃത്രിമമായ നൈമിഷികമായിട്ടുള്ള ആനന്ദാനുഭൂതികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പുസ്തകങ്ങളിലേക്ക്, വായനയിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരാളും മറ്റൊരാളേക്കാൾ മുകളിലോ താഴെയോ അല്ല. ദേശത്തിൻ്റെയോ നിറത്തിൻ്റെയോ മറ്റെന്തിൻ്റെയും പേരിലുള്ള വിവേചനവും വേണ്ട. നാം എല്ലാവരും തുല്യരാണ്. നമ്മളൊന്ന് എന്ന ചിന്താഗതി വേണം, പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക്. അത് സിമ്പിളാണ്. ചോദ്യം ഉത്തരം സിമ്പിളാണ്. നമ്മുടെ ഒരു ഒത്തൊരുമയുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു സങ്കല്പം. വിഭാഗീയത ഇപ്പം പലയിടങ്ങളിൽ പടർന്ന് പന്തലിച്ച് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് ഓൾ വേൾഡ് നോക്കിക്കഴിഞ്ഞാലും വിഭാഗീയത എല്ലായിടത്തുമുണ്ട്. അവിടെയെല്ലാം നമ്മളൊന്നാണ് എന്നുള്ളൊരു വലിയ സങ്കല്പമാണ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ ആ ഒരു കൺസെപ്റ്റ് വളരുന്ന പിന്നെ കാലഘട്ടത്തിൽ ആ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിലിട്ട് അതിന് കരുത്ത് വരണം. നമ്മളൊന്നാണ്. അതിന് എവിടെ ചെന്നാലും, മലയാളി ആണെങ്കിലും, പിന്നെ തമിഴ്നാട്ടുകാരനാണെങ്കിലും, ഇന്ത്യക്കാരനാണെങ്കിലും, പിന്നെ പാകിസ്ഥാൻകാരനാണെങ്കിലും, റഷ്യക്കാരനാണെങ്കിലും, US, ഏത് രാജ്യത്ത് ഏത് ദേശത്ത് താമസിച്ചാലും ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ സങ്കല്പമാണ് ഞാൻ എൻ്റെ മലയാളം ബാലസാഹിത്യ കൃതികൾ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ആലോചിക്കുന്നത്. ശാസ്ത്രീയ ചിന്തകളും ശാസ്ത്രീയാവബോധവും കുട്ടികളിൽ വളർന്നു വരണം. ശാസ്ത്രബോധത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുകയും വേണമെന്ന് സിബി ജോൺ തൂവൽ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുട്ടികളിൽ ശാസ്ത്ര ചിന്ത, ഭാവന, ഇത് രണ്ടും, ശാസ്ത്ര അറിവുകളും എല്ലാ കാലത്തും വളരെ ആവശ്യമാണ്. അപ്പം ഞാനിപ്പം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വായനയോടൊപ്പം ഇത്തരം അറിവുകളൂടെ കുട്ടികൾക്ക് കിട്ടണം. മുൻകാലങ്ങളിൽ ധാരാളം സമയം ആളുകൾക്കുണ്ടായിരുന്നു. വായനയുടെ അന്നത്തെ കാലത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് മാനസിക ഉല്ലാസമായിരുന്നു. സമയം പോകുക, മാനസിക ഉല്ലാസം നേടുക. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. വായിക്കുന്നതിനോടൊപ്പം നമുക്ക് എല്ലാ കാലവും ജീവിതത്തിൽ സഹായകമാകുന്ന, സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് അറിവുകളൂടെ വേണം. കുട്ടികളാകുമ്പം അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഭാവിയിൽ പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന അറിവുകളുടെ അതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതൊരു ഇരട്ടി പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. പണ്ട് എന്ന് തുടങ്ങുന്ന പല കെട്ടുകഥകളും കേട്ട് വളർന്നവരാണ് നമ്മൾ. ഈ കെട്ടുകഥകൾക്കപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങളെയും യുക്തിചിന്തയെയും വളർത്താൻ കഴിയുന്ന രചനകൾ രചിക്കപ്പെടുക തന്നെ ചെയ്യണം. പണ്ട് കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ കാലഘട്ടം മാറി. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കഥ പറച്ചിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഥയിൽ ചോദ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാവുക ജീവിതത്തിൽ എന്നുള്ളതാണ്. പണ്ടൊരു കാലത്ത് ശരിയാണ്, GPS ഇല്ലാത്ത, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് സംവിധാനമില്ലാത്ത, അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഗൗരവമില്ലാത്ത മുത്തശ്ശി കഥകളുടെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കുട്ടികളുടെ വിരൽത്തുമ്പിലുണ്ട് എല്ലാം. അപ്പോൾ അതുകൊണ്ട് പണ്ട് അല്ലെങ്കിൽ ഒരിടത്ത് എന്ന് പറഞ്ഞ് കുട്ടികളെ വിഡ്ഢികളാക്കാൻ നമുക്ക് സാധിക്കില്ല. ആ കെട്ടുകഥകളുടെ കാലത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന സംഗതിയെ കുട്ടിക്ക് സെർച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത കൂടും. അപ്പോൾ കഥയിൽ ഭാവന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും തീർത്തും കെട്ടുകഥകൾ ചമച്ച് കുട്ടികളെ പൊട്ടന്മാരാക്കാൻ, അല്ലെങ്കിൽ പൊട്ടികളാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന വിശ്വാസ്യതയോടുകൂടി കുട്ടികളോട് കഥ പറയുക, കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതുക എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു ആ ധർമ്മം ബാലസാഹിത്യകാരൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയുള്ള കാലത്ത് കുട്ടികൾക്ക് കഥ കൂടുതൽ വിശ്വാസ്യതയോടുകൂടി അവരിൽ പ്രവർത്തിക്കാനും വിശ്വസിക്കാനും അവരെ സ്വീകരിക്കാനും ഒരു കാരണമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ആത്മീയതയുടെ വിവിധ മാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചായിരുന്നു കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 5ാം ദിന പരിപാടികൾക്ക് തുടക്കമായത്. ഗീവർഗീസ് മാർ കുർലോസ്, മുസ്തഫ മൗലവി, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി എന്നിവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. മാധ്യമപ്രവർത്തകനായ നിശാന്ത് എം.വി. ആയിരുന്നു ചർച്ചയുടെ മോഡറേറ്റർ. തന്തൈ പെരിയാറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഗീവർഗീസ് മാർ കുർലോസ് മതവും ആത്മീയതയും എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചത്. നമുക്കുള്ളത് കൂട്ടിവെക്കാനുള്ളതല്ല, അത് പങ്കിടാനുള്ളതാണ് എന്നുള്ളതാണ് ആത്മീയതയും മതവും ഒക്കെ പഠിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനും സീനായിൽ മോശയ്ക്കുമുണ്ടായതും ആത്മീയതയാണ്. മുകളിൽ നിന്നും ജനങ്ങൾക്കിടയിലേക്ക് വന്ന് പ്രവർത്തിക്കുവാനാണ് അവരെല്ലാം ആഹ്വാനം ചെയ്തതെന്ന് മുസ്തഫ മൗലവി കൂട്ടിച്ചേർത്തു. മനുഷ്യനെ ചേർത്ത് നിർത്തുക, ജീവജാലങ്ങളെ ചേർത്ത് നിർത്തുക, പ്രകൃതിയെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. മതത്തിനു മുൻപ് ആത്മീയത ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷമാണ് മതങ്ങളും ദൈവങ്ങളും ഉണ്ടായതെന്നും സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി അഭിപ്രായപ്പെട്ടു. മതത്തിന്റെ ആകെക്കാമ്പെന്ന് പറയുന്നത് ആത്മീയതയാണ്. മനുഷ്യൻ ആത്മീയതയിലാണ് ആദ്യം വിശ്വസിച്ചത്, പിന്നീടാണ് മതങ്ങൾ അതിനെ കമ്പാർട്ട്മെന്റ് ചെയ്തത്. വിശപ്പ്, പ്രണയം, ഉന്മാദം, ഒരു പെയിന്റ് പണിക്കാരന്റെ ലോകസഞ്ചാരങ്ങൾ, അബുവിന്റെ ജാലകങ്ങൾ എന്നീ കൃതികളിലൂടെ അസാധാരണമായ വിഷയങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് മുഹമ്മദ് അബ്ബാസ്. തന്റെ എഴുത്തിന്റെ വിശേഷങ്ങൾ അദ്ദേഹം വായനക്കാരുമായി പങ്കുവച്ചു. ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടിയപ്പോൾ 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ തമിഴ് ബാലൻ പിന്നീട് തൊഴിൽ തേടി കേരളത്തിലേക്ക്. മലയാളം എഴുതാനും വായിക്കാനും സ്വയം പഠിച്ചെടുത്തു. ജീവിതമാർഗത്തിനായി പെയിന്റ് പണിയെടുത്തിരുന്ന അദ്ദേഹം 2 ജീവിതാനുഭവ കുറിപ്പുകളടക്കം നിരവധി പുസ്തകങ്ങളാണ് ഇതിനോടകം രചിച്ചത്. ഭാഷയുടെ പരിമിതികളെ ഭേദിച്ചുകൊണ്ട് എഴുത്തിനെ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ്. വഴി പുതിയ എഴുത്തുകാർ ഒരുപാട് വരുന്നില്ലേ? നിങ്ങൾക്ക് ഇൻസ്റ്റയുണ്ട്, സോഷ്യൽ മീഡിയകൾ, FB ഉണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങും. എന്തൊക്കെ വഴിയുണ്ട്? പണ്ടത്തെ പോലെയാണോ? അല്ല, വലിയ പ്രതിസന്ധി കുട്ടികൾ നേരിടുന്നില്ല. പക്ഷെ ചില പ്രസാദം നിങ്ങളോട് കാശ് ആവശ്യപ്പെടും. ആ കെണിയിൽ ചെന്ന് ചാടരുത്. നിങ്ങൾ കണ്ടന്റിന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ എന്നെ തിരഞ്ഞു വന്ന പോലെ മാതൃഭൂമി, DC, പ്രാക്ട് ബുക്സ്, പേപ്പർ പൊടി എല്ലാവരും തിരഞ്ഞു വരും കുട്ടികളെ. അത് അവനവനിൽ വിശ്വസിക്കുക. അവനവൻ്റെ എഴുത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് പിന്നെ അവതാരിയൊക്കെ ചോദിക്കുന്ന കുട്ടികളോട് ഞാനിത് പറയുന്നത്. അതിൻ്റെ ആവശ്യം വരാറില്ല. എനിക്ക് എൻ്റെ എഴുത്തിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവതാരിക്കും പഠനമൊന്നും വേണം, ഇതൊന്നും വായനക്കാർ വായിക്കാറില്ല. അതിനെ ഈ കുട്ടികളോടും പറയില്ല. അവനവൻ്റെ എഴുത്തിൽ വിശ്വസിക്കുക. അതിലെന്ത് കണ്ടന്റ് ആളുകൾക്ക് പറ്റുന്നതിൻ്റെ ഒരു നിമ്ന അതിന് ഉദാഹരണമില്ല. നിമ്ന വിജയ് എന്നുള്ള എഴുത്തുകാർ, അഖിൽ പി താർമ, ഇവരൊക്കെ അതിന് ഉദാഹരണമാണ്. ചെറുപ്പക്കാരാണ്, എത്ര മുന്നോട്ടെത്തിയത്. അവരുടെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വായിക്കപ്പെടുന്നത് MDയുടേതോ ബഷീറിൻ്റെ പോലും അല്ല, വിറ്റുപോകുന്നത്. ഓക്കെ, അങ്ങനെ ശങ്കിച്ചോ പ്രതിസന്ധി ഉണ്ടെന്ന് വിചാരിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. അതിന് നിമ്നയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. TR അജയന്റെ ആത്മകഥ ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന പുസ്തകത്തിന്റെ ചർച്ച കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 6ാം വേദിയിൽ നടന്നു. TR അജയന്റെ ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന പുസ്തകത്തിന്റെ സവിശേഷതകളും ആത്മകഥാ സാഹിത്യത്തിൽ അജയൻ മാഷിന്റെ പുസ്തകം എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവെന്നും പ്രൊഫസർ VM മുരളി ചടങ്ങിൽ സംസാരിച്ചു. രുചിക്ക് പേരുകേട്ട രാമശ്ശേരി ഇഡലി മുതൽ അട്ടപ്പാടിയിലെ വനസുന്ദരി അടക്കം ലഭിക്കുന്ന പുസ്തകോത്സവ വേദിയിലെ ഫുഡ് കോർട്ട് വ്യത്യസ്തമായ രുചി വിഭവങ്ങൾ ഒരുക്കി പുസ്തകപ്രേമികളെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുക്കുകയാണ് ഓരോ ഭക്ഷണശാലകളും. ബുക്ക് സ്റ്റോളുകളിൽ തിരക്കേറുന്നതിനോടൊപ്പം ഫുഡ് സ്റ്റാളുകളും കച്ചവടം പൊടിപൊടിക്കുകയാണ്. കുഞ്ഞിത്തലയണ, ബീഫ് അലാക്കുല, കരിംജീരക കോഴി, സോലേമിലൻ, ഊര് കാപ്പി, കൊത്തമല്ലി ചിക്കൻ. അതെ, ഇവയെല്ലാം വ്യത്യസ്ത വിഭവങ്ങളാണ്. ഏറ്റവും താരമായത് അട്ടപ്പാടിയിലെ വനസുന്ദരിയും. ഞങ്ങളുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന പച്ചിലകൾ കൊണ്ടാണ് ഈ വനസുന്ദരി ചിക്കനിൽ ചേർക്കാനുള്ള മസാലകൾ റെഡിയാക്കുന്നത്. കൂടുതലായിട്ടും ഞങ്ങളുടെ ഊരത്തെ കാടുകളിൽ മാത്രം കിട്ടുന്ന കോഴിജീരകം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇലയാണ് ഇതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, സ്പൈസി ആണ്, നല്ല പൊളിയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ദോശ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതാണ്. ഞാനും ഒരു ദോശ ഫാനാണ്. ഒരു പൊറോട്ടയും ദോശ എടുത്തു വെച്ചാൽ ഞാൻ ദോശ തന്നെയാണ് എനിക്ക് പ്രിയം. അപ്പോൾ ദോശ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടമായി. മലയാളികളുടെ പ്രിയഭക്ഷണമായ തലശ്ശേരി ദം ബിരിയാണിയും മട്ടൻ ബിരിയാണിയുമെല്ലാം നിറസാന്നിധ്യമായതോടെ കച്ചവടം കൂടുതൽ മികവുറ്റതായി. എള്ളുകോയി ചിക്കൻ, മട്ടന് ഒരു 20 മിനിറ്റ് ആവും, ദമ്മാന്നേ ഉള്ളൂ. അങ്ങോട്ടെല്ലാം പോയി വന്നാൽ കിട്ടും. പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ട്. തിരുവനന്തപുരത്ത് വന്നാൽ നല്ല 10 ദിവസം നിന്നാലും ഒരു 14-15 ലക്ഷം ഉറുപ്പിനെല്ലാം കച്ചവടം ചെയ്യുന്നതാണ്. തുണിപ്പാട കെട്ടി ഓടിൽ നിർമ്മിക്കുന്ന രാമശ്ശേരി ഇഡലിയും കഴിക്കാനെത്തിയവരിൽ കൂടുതൽ കൗതുകം നിറച്ചു. സ്പെഷ്യൽ വിഭവം തന്നെയാണത്.
കഴിഞ്ഞ കേരളീയത്തിൽ നമ്മളെ കേരള സർക്കാർ ഇത് ബ്രാൻഡ് ചെയ്ത സാധനമാണ്, ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് രാമശ്ശേരി ഇഡ്ഡലി. ഇതിൻ്റെത് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, സ്പെഷ്യലായിട്ടുള്ളതാ. ഇതിന് പറയുന്ന പേര് ഓട് എന്നാണ്. ഇതിന് പറയുന്ന പേര് ഓട് എന്നാണ്. ഈ ഓടാണ് ഇതിലേക്ക് എടുത്തിട്ട് ചെയ്യുന്നത്. കേരള നിയമസഭാ പുസ്തകോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അനുരഞ്ജനയോടൊപ്പം മുബാറക്. മലയാള സാഹിത്യത്തിൽ ചെറുകഥാ പ്രസ്ഥാനത്തിന് സാരമായ സംഭാവനകൾ നൽകിയ എഴുത്തുകാരിൽ ഒരാളാണ് NS മാധവൻ. ലോകവും എഴുത്തും മാറിയ നാളുകൾ എന്ന വിഷയത്തിൽ അദ്ദേഹം സാഹിത്യപ്രേമികളോട് സംസാരിച്ചു. ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ഒരു സാഹിത്യോത്സവം നടന്നു. അവിടുത്തെ പുസ്തകശാലയുടെ മുമ്പിൽ ക്യൂ ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പുസ്തക വിൽപ്പന കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ വശങ്ങൾ മാറ്റിവച്ചാൽ അത് ഒത്തിരി അറിവ് നൽകുന്നുണ്ട്. പുതിയ പുസ്തകത്തെക്കുറിച്ച്, പുതിയ സാഹിത്യകാരന്മാരെക്കുറിച്ച് പഴയ തലമുറയ്ക്ക് അറിവ് കിട്ടാൻ കുറേ സമയം എടുത്തിരുന്നെങ്കിൽ ഇന്ന് പെട്ടെന്ന് ഇവർ അറിയപ്പെടുന്നു. ഈ കുട്ടികൾ അത് ചെന്ന് വാങ്ങിക്കുന്നു. നഷ്ടപ്പെട്ട ഒരു പാവക്കുട്ടിയുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. ഈ ഒരു ആമുഖത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാകും. വല്ലാത്തൊരു കഥയിലൂടെ ശ്രദ്ധേയനായ ബാബു രാമചന്ദ്രൻ. പുസ്തകോത്സവത്തിന്റെ 5ാം ദിനത്തിൽ വേദി 3-ൽ കുട്ടികൾക്കായി രസകരമായ കഥ പറയുകയാണ് അദ്ദേഹം. വല്ലാത്തൊരു കഥ എന്ന ജനകീയ പരിപാടിയിലൂടെ ശ്രദ്ധേയനായ ബാബു രാമചന്ദ്രനാണ് വേദി 3-ആയ സ്റ്റുഡൻസ് കോർണറിലെ താരം. കിംകി സുക്കിനെയും കാഫക്കയെയും കുറിച്ചുള്ള കഥകൾ പറഞ്ഞാണ് അദ്ദേഹം വേദി കയ്യിലെടുത്തത്. ഗുണപാഠ കഥകളിലൂടെ കുട്ടികളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമായിരുന്നു അദ്ദേഹം. ഒരു ചെറിയ സാധുജീവി ഉപദ്രവിച്ചു, അത് മരിച്ചുപോയെങ്കിൽ, ചത്തുപോയെങ്കിൽ നമുക്ക് മനസ്താപം ഉണ്ടാവും. അപ്പൊ അങ്ങനെ മനസ്താപം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യരുത്. നമുക്ക് എമ്പതി എന്ന് പറഞ്ഞ സാധനം നല്ലപോലെ വേണം, അല്ലേ? നീ വെറുതെ ഉപദ്രവിക്കാനുണ്ടോ മീനിനൊക്കെ? 8 വരെ കണ്ട തച്ചു കൊല്ലലുണ്ടോ? വല്ലാത്തൊരു കഥയുടെ സ്ഥിരം പ്രേക്ഷകനായ 5ാം ക്ലാസ്സുകാരൻ അനന്തപത്മനാഭൻ ബാബു രാമചന്ദ്രനെ അനുകരിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും ചിരി പടർത്തി. തിരുവനന്തപുരം ആര്യ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അനന്തപത്മനാഭൻ. വടക്ക് നോക്കി എന്താ നമുക്ക് ചലനശേഷി നഷ്ടപ്പെടുന്ന വിമാനങ്ങളും കപ്പലുകളും ദിശയെത്തിയടഞ്ഞ് ഈ ഭൂതലത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ബെർമുഡ ട്രയാങ്കിൾ എന്ന നിഗൂഢ ഭൂമിയുടെ കഥ. കേട്ടുകേൾവിക്കും കെട്ടുകൾക്കും അപ്പുറം ബെർമുഡ ട്രയാങ്കിളിനെ ഒരു കടക്കണിയാക്കി മാറ്റുന്ന നിഗൂഢ ഭൂമിയുടെ കഥ. വൈകിട്ട് 5 മണിയോടെ പുസ്തകോത്സവത്തിന്റെ 2ാം വേദി ആസ്വാദകരാൽ നിറഞ്ഞു. മലയാളികൾക്ക് അപരിചിതമായിക്കൊണ്ടിരുന്ന കഥാപ്രസംഗത്തെ ഇരുകൈയും നീട്ടിയാണ് കാഴ്ചക്കാർ സ്വീകരിച്ചത്. ക്ലാസ്മാ നദിയുടെ തീരമാണ്. മധ്യകാലത്ത് റഷ്യൻ തലസ്ഥാനമല്ലോ നദി. ആത്മയ്ക്കു താഴെയുള്ള മധ്യകാലത്ത് റഷ്യൻ തലസ്ഥാനമല്ലോ നദി. ആത്മയ്ക്കു താഴെയുള്ള വ്ളാഡിമർ എന്ന പുരി ഉറക്കമുണരുന്നു. ഉദയചാരുതയിൽ അങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് ആ നഗരവും നദിയും. നല്ല തണുപ്പുണ്ട്. റഷ്യ പൊതുവിൽ തണുപ്പ് രാജ്യമാണല്ലോ. പ്രണയത്തിൽ പുസ്തകം നീ തുറക്കും, പ്രണയത്തിൽ പുസ്തകം നീ തുറക്കും, ഒരു നാളും നോക്കാതെ നീക്കി വച്ച കാലത്തിന്റെ യാത്രയിൽ കല മൺമറഞ്ഞു പോകില്ല എന്ന് തൻ്റെ ഓരോ വരികളിലും ഓർമ്മപ്പെടുത്തിയായിരുന്നു കാതികൻ വസന്തകുമാർ സാംബശിവൻ പാടിയും ആടിയും അഭിനയിച്ചും വേദി കീഴടക്കിയത്. ഇന്നും കഥാപ്രസംഗത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത നഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു നിറഞ്ഞ സദസ്സ്. എന്നിട്ട് ആ കഠാരയുമായി അയാൾ അടുത്ത ആളിൻ്റെ നേർക്ക് തിരിഞ്ഞു. അവിടെ ബാഗിരിപ്പുണ്ട്. അയാൾക്ക് എന്തോ ഉദ്ദേശമുണ്ട്. അയാളൊന്ന് ചലിച്ചപ്പോൾ പുറത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഒരു വേഴാമ്പലിൻ്റെ ശബ്ദം. അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്ന കാര്യത്തിൽ അവനൊരു അറപ്പുണ്ടായി. അവൻ അറച്ചു. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നു. മലയാള ഭാഷയ്ക്ക് മരണമില്ല എന്ന വിഷയത്തെപ്പറ്റി കുട്ടികളുമായി സംസാരിക്കുകയായിരുന്നു അധ്യാപകനും ഭാഷാ പണ്ഡിതനുമായ വട്ടപ്പറമ്പിൽ പീതാംബരൻ.
മലയാള ഭാഷയുടെ വ്യാകരണം, അക്ഷരം, വൃത്തം എന്നിവയുടെ പ്രാധാന്യത്തെപ്പറ്റിയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മലയാള ഭാഷയ്ക്കുള്ള പ്രാധാന്യം നമുക്കറിയില്ല, അന്യരാജ്യക്കാർക്കറിയാം. അതാണ്, നമുക്കറിയില്ല. നമുക്ക് ഈ മലയാളവും ഇംഗ്ലീഷും സംസ്കൃതവും എല്ലാം കൂടെ കലർത്തി പറയാനേ അറിയാവൂ. അതായിപ്പോയി. മലയാള ഭാഷ വീട്ടിൽ തന്നെ ഇല്ല. വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 ഭാഷയാണ് അവർക്കുള്ളത്. അതിൽ നിന്ന് അങ്ങനെ മരിച്ചുപോയ ഒരുപാട് പദങ്ങളുണ്ട്. ഞാനത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ മാത്രം മരിച്ച 42 മലയാള പദങ്ങളുണ്ട്. ചട്ടിയില്ല, ചിരവയില്ല, ഉണ്ടോ? ഇല്ല. അമ്മിക്കല്ലില്ല, കുഴവിയില്ല, മൺവെട്ടിയില്ല, അച്ഛൻ ഇല്ല, അമ്മയില്ല, മമ്മിയും ഡാഡിയുമായി മാറി. ചേച്ചി ഇല്ല, ചേട്ടനും ഇല്ല, അതൊക്കെ മാറി. പിന്നെ ഏറ്റവും കൂടുതൽ അപകടം, നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന പല പദങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും നശിച്ചു. അതിന് പകരം പുതിയ ഉപകരണങ്ങൾ വന്നപ്പോൾ ആ ഉപകരണങ്ങൾ നശിച്ചു മാത്രമല്ല അതിൻ്റെ പേരുകളും അറിയാതായി. കുട്ടികൾക്ക് അക്ഷരങ്ങളുടെയും ഭാഷയുടെയും പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അധ്യാപകനായ വട്ടപ്പറമ്പിൽ പീതാംബരൻ. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ മാതാപിതാക്കളും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാഷാ പ്രാധാന്യത്തെപ്പറ്റി പാട്ടുകളിലൂടെയാണ് അദ്ദേഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. പുസ്തകോത്സവത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം.